ഇന്നൊരു മീൻ നിറച്ചതായാലോ. നല്ല നാടൻ മീനിനകത്ത് കാന്താരിമുളകും പച്ചക്കുരുമുളകും എല്ലാം സ്റ്റഫ് ചെയ്തിട്ട് ഒരു തേങ്ങാപ്പാലിലുള്ള ഗ്രേവിയാണ് കാണുന്നത്. അപ്പോൾ തൊടിയിൽ നിന്ന് കുറച്ച് മുരിങ്ങയില, നല്ല പച്ച കുരുമുളക്, പിന്നെ കറിവേപ്പില ഇതെല്ലാം ഈ ഡിഷിൽ ചേർക്കുന്നുണ്ട്. ഇനി ബാക്കി ഇൻഗ്രീഡിയൻസ് ആയിട്ട് ഞാൻ 3 ഫിഷ് വൃത്തിയാക്കി നിറയ്ക്കാൻ റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ അതിനകത്ത് നിറയ്ക്കുന്ന മസാലയുണ്ട്, പിന്നെ കുറച്ച് ചെറിയ ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചിയൊക്കെ ഉണ്ട്. അത് സ്റ്റെപ്പായിട്ട് പറഞ്ഞു തരാം. 1 മുറി തേങ്ങയും 3 തണ്ട് പച്ചക്കുരുമുളകും, ഒരു 10 കാന്താരിമുളകും, 2 കറിവേപ്പിലയും നമുക്ക് ചതച്ചെടുക്കാം. ചതച്ച നാളികേരത്തിൻ്റെ കൂടെ നമുക്ക് മുരിങ്ങയിലയും പിന്നെ ഒരു പിടി മുരിങ്ങയിലയും കുറച്ച് പയറ് മുളപ്പിച്ചതും ഉപ്പും ചേർത്ത് നന്നായിട്ട് യോജിപ്പിക്കുക. ഇനി ഞാനൊരു 1/2 കപ്പ് വെളുത്തുള്ളിയും ഇഞ്ചിയും ഒരു 5-6 ചുവന്നുള്ളിയും കുറച്ച് കുരുമുളകും കൂടെ നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കാൻ പോവുക. അരച്ച മസാലയിലോട്ട് മുളക് പേസ്റ്റും പിന്നെ മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് നമുക്ക് യോജിപ്പിച്ച് മീനിൽ പുരട്ടാനായിട്ട് റെഡിയാക്കാം. മീനിൽ അരപ്പ് പറ്റുന്നതിന് മുമ്പ് അതിൻ്റെ മുകൾവശം ഒന്ന് ഡ്രൈ ആക്കണം. എന്നിട്ട് നമുക്ക് കുറച്ച് മസാല എടുത്ത് മീനിൽ 2 സൈഡിലും വിടവിലും ഒക്കെ പുരട്ടി റെഡിയാക്കി ഒരു 30 മിനിറ്റ് വെക്കണം. ഇനി നമുക്ക് ഫില്ലിങ്സ് മീനിൻ്റെ വയറിനകത്തോട്ട് കുറേശ്ശെ എടുത്ത് നല്ല ടൈറ്റ് ആവുന്നവരെ നിറച്ച് റെഡിയാക്കാം. അപ്പോൾ എല്ലാവരും നല്ല എക്സൈറ്റഡ് അല്ലേ? നമുക്കിനി കുക്കിംഗ് പ്രോസസ്സിലോട്ട് പോയാലോ. ഒരു പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കിയിട്ട് നമുക്ക് മീൻ വറക്കാൻ വെക്കാം. ഈ മീൻ ഇങ്ങനെ നമ്മൾ ഇതിനകത്തോട്ട് ഇങ്ങനെ ഇടുമ്പോൾ ഒരു ശബ്ദം കേൾക്കുന്നില്ലേ? ആഹാ, ആ ശബ്ദം കേട്ടാൽ തന്നെ നമുക്ക് അതിൻ്റെ ആ ഒരു കഴിക്കാനുള്ളൊരു കൊതി വരും. ഞാൻ 2ാമത്തെ ഫിഷ് ഇട്ട് കൊടുത്തു, 3ാമത്തെ ഫിഷും ഇട്ട് കൊടുത്തു. അപ്പം നമ്മൾ ആദ്യം ഇട്ട മീനിനെ ഒന്ന് മറിച്ചിട്ട് നോക്കട്ടെ. ആഹാ, കണ്ടോ, നല്ല പെർഫെക്റ്റ് കളറായിട്ടുണ്ട്. ഇപ്പോൾ 2 മിനിറ്റ്സ് കഴിഞ്ഞു. ഇപ്പോൾ നമ്മൾ ഈ ഫിഷിനെ ഓരോന്നിനെ നമുക്ക് എടുക്കാം. അപ്പോൾ മീനൊക്കെ വറുത്ത് റെഡിയാക്കി. ഇനി നമുക്ക് അതിനെ ഓരോന്നിനെ എണ്ണയിൽ നിന്ന് മാറ്റി ആ ഇലയിലോട്ട് ഇട്ടിട്ട് നമുക്ക് ഇതിനകത്തോട്ട് ചെറിയ ഉള്ളി ചേർത്ത് വഴറ്റി റെഡിയാക്കാം. ഒരു ഫിഷിന് ഒരു 1/2 കപ്പ് ചുവന്നുള്ളി അരിഞ്ഞത്, അതാണ് എടുത്തേക്കുന്ന കണക്ക്. അപ്പോൾ ഞാനിപ്പോൾ ഒരു 1.5 കപ്പ് ചുവന്നുള്ളി വട്ടത്തിൽ അരിഞ്ഞത് അതിനെ ഒന്ന് മൂപ്പിച്ചെടുക്കാൻ പോവാം. ഇപ്പം ആ ചെറിയ ഉള്ളിയൊക്കെ ഒരുമാതിരി ഒന്ന് ലൈറ്റ് ബ്രൗൺ ആയിട്ടുണ്ട്. അപ്പം നമ്മൾ നേരത്തെ അരച്ച് വെച്ച ആ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇല്ലേ, അത് നമ്മൾ കുറച്ച് മീനിൽ പുരട്ടി വെച്ച് ബാക്കിയുള്ള പേസ്റ്റ് മുഴുവൻ നമുക്കിപ്പോൾ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ അരപ്പൊക്കെ അത് നന്നായിട്ട് വഴന്നിട്ടുണ്ട്. ഇതിനകത്തോട്ട് നമുക്ക് തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു തക്കാളി ആഡ് ചെയ്ത് കൊടുത്തു. അതിൻ്റെ കൂടെ തന്നെ കറിവേപ്പില. ഈ ടൊമാറ്റോ ഒന്ന് ചെറുതായിട്ടൊന്ന് സോഫ്റ്റ് ആയാൽ മതി, അധികം ഒന്ന് വഴന്ന് വരണ്ട. അപ്പോൾ ടൊമാറ്റോ ഒക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തേങ്ങയുടെ 2ാം പാൽ, അതായത് തിന്നായിട്ടുള്ള കോക്കനട്ട് മിൽക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഫിഷിന് കുക്ക് ചെയ്യാനുണ്ടല്ലോ, അപ്പോൾ ഈ തേങ്ങാപ്പാലിൽ കിടന്നിട്ട് വേണം കുക്ക് ചെയ്യാനായിട്ട്. ഇനിയിപ്പോൾ നിങ്ങൾ ഇതിൻ്റെ എല്ലാം ഈ ഗ്രേവിയുടെ ഉപ്പൊന്ന് എല്ലാവരും ചെക്ക് ചെയ്യും. അപ്പോൾ നമുക്ക് ആ മീനിനെ ഇതിനകത്തോട്ട് പറക്കി വെച്ച് കൊടുക്കാം. ചെറിയ ചൂടുണ്ട്, എന്നാലും സാരയില്ല. എന്നിട്ട് ആ തേങ്ങാപ്പാലിൽ കിടന്ന് ആഹാ ഒന്ന് വെന്ത് വന്നാലുണ്ടല്ലോ, ആ വെളിച്ചെണ്ണയുടെയും തേങ്ങാപ്പാലിൻ്റെ എല്ലാ ഫ്ലേവർ ഈ മീനിന് പിടിക്കും. കണ്ടോ, നമ്മുടെ മീൻ നിറച്ചതിൻ്റെ ആ മീനൊക്കെ അതിനകത്ത് കിടന്ന് നല്ലതായിട്ട് കുക്കായി വരുന്നുണ്ട്. അപ്പം ഞാൻ നന്നായിട്ട് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നും കൂടെ മൂടി വെച്ചിട്ട് വേവിക്കാൻ പോകും. ഇപ്പം 5 മിനിറ്റ് കഴിഞ്ഞേ, എല്ലാവരും റെഡിയായല്ലോ. നമുക്കൊന്ന് തുറന്നു നോക്കിയാലോ. കണ്ടോ, ആ മീനൊക്കെ ആ തേങ്ങാപ്പാലിൽ കിടന്ന് അങ്ങനെ നിറഞ്ഞ മീൻ, അകത്ത് നല്ല സ്റ്റഫിംഗ് ഉണ്ട്, ആരും മറന്നിട്ടില്ലല്ലോ. അതെല്ലാം ഇങ്ങനെ വെന്ത് വരുന്നുണ്ട്. ഞാനിപ്പം കട്ടിയുള്ള തേങ്ങാപ്പാലും കൂടെ ആഡ് ചെയ്ത് കൊടുത്തു. അപ്പോൾ ഒന്നും കൂടെ ഒരു സ്വാദ് കിട്ടും മീനിന്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ആ ഗ്രേവിയൊക്കെ നല്ല വഴണ്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും വേണേ. താങ്ക്